തിരുനാമത്തിൽ ചേർന്നീരാം ഒരുമയോടി അർപ്പിക്കാം. Amen.
ദൈവാലയങ്ങളായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ എന്നേക്കും. കർത്താവേ മഹാരാജാവേ, പാടും നിൻ പുകഴ്ന്നും ഞാൻ. സകലേശാവിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. എല്ലാ സഹകരണങ്ങൾക്കുമായി സർവസഭകൾ നിറഞ്ഞ് പൊടുതെടുക്കുന്ന സന്ധ്യയിൽ ഞങ്ങളുടെ സ്തുതിക്കുകയും മാതൃകയും ചെയ്യട്ടെ. എന്തുകൊണ്ട് സുഖമാകുന്നു പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ എന്നേക്കും. അതുവഴി ആവശ്യപരിക്കുന്ന സ്നേഹവും സർവകൃഷിയും ഞങ്ങളുമണിയുന്നതിനും ദൃഢമങ്ങയെ സ്തുതിക്കുന്നതിനും സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ എന്നേക്കും. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശിക്കും. ഇക്കാരണത്താൽ വിജാതിയായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടു
വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഭാഗങ്ങളാണ്. ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. വിജാതീയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെ കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരിക്കുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായി എനിക്ക് നൽകപ്പെട്ടു. സ്വർഗീയിടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയുടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിന് അനുസൃതമാണ്. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയകഥ അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകൾ അത്രേ നിങ്ങളുടെ മഹത്വം. സമാധാനം നിങ്ങളോടുകൂടി. പരിശുദ്ധ സുവിശേഷം സമയമായി അവളുടെ തന്നെ പ്രസവിച്ചു. കർത്താവോട് ഈ കാര്യം കാഴ്ച ബന്ധുക്കളും അവളോട് സന്തോഷിച്ചു. 8-ാം ദിവസം ശിശുവിനെ പരിശീലനത്തിൽ വന്നു. പിതാവിനനുസരിച്ച് സക്രിയ എന്നവരെ പേരുകൾ നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, ബന്ധുക്കളാർക്കും ഈ പേരില്ലല്ലോ. ശിശു എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അത് പിതാവിനോട് ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവൻ എഴുത്തുകാരുത്തി അതിലെഴുതി യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവന്റെ വായ തുറക്കപ്പെട്ടു. നാമസ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തുകൾ സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയാവിന്റെ വനാന്തരങ്ങൾ ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ കരം അവരുടെ കൂടെ ആയിരുന്നു. അസൂയക്ക് മരുന്നിട്ടാണ് കേട്ടിട്ടില്ലേ? ലോകാത്മകം തന്നെ ഈ അസൂയ അല്ലെങ്കിൽ മനുഷ്യന്റെ ഉത്പത്തി മുതലേ അസൂയ എന്നൊരു രോഗം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അസൂയ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ പുരോഗമനത്തില് അവരുടെ ഉന്നതിയിൽ സ്പർശിക്കാൻ സാധിക്കുന്ന അവസ്ഥ എന്നാണ് അസൂയയെ കുറിച്ച് പറയുക.
എന്നാൽ ഇന്ന് നമ്മൾ കേട്ട വേദഭാഗം അതിന് പ്രഭാതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. സക്രിയായി കുഞ്ഞുണ്ടായി കേട്ടപ്പോൾ അതിന് ബന്ധുക്കളും അയൽക്കാരുമെല്ലാം സന്തോഷിച്ചെന്നാണ് പറയുക. അതായത് പുത്രനില്ലാതെ അവർക്ക് പുത്രൻ കിട്ടിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടായി. അവരോടൊപ്പം അവർ സന്തോഷിച്ചെന്നാണ് പറയുക, അല്ലാതെ അസൂയുണ്ടായി അവർ പറയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മനസ്സിൽ അസൂയം ഉണ്ടോ എന്ന്. മറ്റുള്ളവർ വരുമ്പോൾ അവരുടെ വിഷയം സന്തോഷിക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ ഉള്ളിലുണ്ടെങ്കിൽ അത് അസൂയ എന്നാണ് പറയുക. ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് മാർക്ക് കൂടുതൽ കിട്ടുമ്പോൾ അവന്റെ കൂട്ടുകാരന് അവരോട് അസൂയ തോന്നും, അല്ലെങ്കിൽ ഒരു വിഷമം തോന്നും. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, അവനും ഈ ഒരു മാർക്ക് അല്ലെങ്കിൽ അവനേക്കാൾ കൂടിയ ഒരു മാർക്ക് നേടാൻ സാധിക്കും. അതിനാണ് കഴിഞ്ഞ 3 പ്രാവശ്യം വ്യാഖ്യാനിച്ച കാലത്തിന്റെ ബഹുമാനം എന്ന് പറയുന്നത്. കാരണം ഓരോ മനുഷ്യന്റെയും കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് എത്രയും ഉപയോഗിക്കുന്നതിനനുസരിച്ചായിരിക്കും അവർ ഏർപ്പെടുക. അതുകൊണ്ട് മാർക്ക് കുറഞ്ഞ കുട്ടിക്ക് അസൂയപ്പെട്ട ആവശ്യമില്ല, സങ്കടപ്പെട്ട ആവശ്യമില്ല. അവരും ഈ മാർക്കിലേക്ക് കടന്നു വരാൻ സാധിക്കും. അതുപോലെ തന്നെ അയൽക്കാരന് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുമ്പോൾ അത് നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അസൂയയാണ്. ഒരു കാര്യം ഓർക്കുക, നമുക്ക് ആ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകയ്ക്ക് പ്രവർത്തകന് ഒരു സ്ഥാനക്കയറി കിട്ടുമ്പോൾ നമുക്ക് വിഷമമുണ്ടെങ്കിൽ അതും അസൂയ തന്നെയാണ്. പറയുന്നത്, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോടെ കരയുകയും നമുക്ക് സാധിക്കണം. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുവാനും കരയുന്നവരോടെ കരയുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ള സന്തോഷങ്ങള് നമ്മൾ ഹാപ്പിയായിരിക്കാനായിട്ടാണ് ഓരോ ദിവസവും ആവശ്യപ്പെടുക. അയൽക്കാരന് നല്ല വീട് കിട്ടുമ്പോൾ, അയൽക്കാരന്റെ മകന് എന്റെ മകൾക്ക് നല്ല ബന്ധങ്ങൾ കിട്ടുമ്പോൾ, അയൽക്കാരന്റെ മകൻ എന്റെ മകൾക്ക് ജർമ്മനിക്ക് ക്യാമ്പിംഗ് വിസ കിട്ടുമ്പോൾ നമുക്ക് സങ്കടവും പരിഗണിയുമാണെങ്കിൽ അത് നല്ല ഒരു പ്രവണതയല്ല, അത് അസൂയ ഒരു പ്രവണതയാണ്. ഈ അസൂയ നല്ലൊരു കാര്യമല്ല എന്നാണ് വിശുദ്ധ പഠിപ്പിക്കുക. ഒത്തിരി ഉദാഹരണങ്ങൾ ഗ്രന്ഥത്തിലുണ്ട് അസൂയ മൂലം നശിച്ചുപോയ ജീവിതങ്ങൾ. കയന് ആബേലിനോട് അസൂയ തോന്നി, തൽഫലമായിട്ട് രക്തച്ചൊരിച്ചിലും കൊലയുമാണ് അവിടെ നടന്നത്. അതുപോലെ തന്നെ ജോസഫ്, പഴയ ജോസഫിനെ നമുക്കറിയാം, സഹോദരങ്ങൾക്ക് അവരുടെ അസൂയ തോന്നി. അവനെ അവർ തുടക്കത്തിൽ രക്ഷപ്പെടുത്തി അവൻ രാജാവായി. ഈ സഹോദരങ്ങൾക്ക് അഭയം നൽകുന്ന കാഴ്ചയാണ് ഉണ്ടാവുക. സാവൂളിനോട് ദാവീദിനോട് അസൂയ തോന്നി. ഇതെല്ലാം നമുക്കറിയാം. അവസാനം ആരാണോ അസൂയപ്പെട്ടത് അവർക്കെല്ലാം പരാജയം സംഭവിക്കുകയാണ് ചെയ്യുക. ഈ ക്രിസ്മസ് കാലത്തുള്ള മനസ്സിനെ സ്വന്തമാക്കാം, അസൂയയില്ലാതെ കാണുവാനും മറ്റുള്ളവരെ സന്തോഷിക്കുവാനും ക്രമിക്കുമെന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് പഠിക്കുന്ന കാര്യം അഭിപ്രായ വ്യത്യാസത്തെ കുറിച്ചാണ്. എലിസബത്ത് അവർ യോഹന്നാനിന്റെ തേടണമെന്ന് പറഞ്ഞപ്പോൾ സക്രിയായി അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുക. നല്ല ഒരു കെട്ടിയോടുകൂടി പരസ്പരം സംബന്ധിച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ചെയ്യുന്നൊരു ദമ്പതികൾ. ഓർക്കുക, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ സ്നേഹമില്ല എന്നാണ് പറയുക. സ്നേഹം വളർത്തി അഭിപ്രായങ്ങളെ സമീപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സ്നേഹമില്ലെങ്കിൽ അവിടെ അഭിപ്രായങ്ങൾ തിരിച്ചു പോകും എന്ന് പറയുമ്പോൾ വേറെ ഒരു അഭിപ്രായം ഉണ്ടാക്കണമെന്നല്ല അർത്ഥമാക്കാം. മറിച്ച് ഈ അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ അംഗീകരിച്ചു പോകാൻ ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണം. നമുക്കറിയാം, ഇവിടെ ഒത്തിരിയേറെ ദമ്പതികൾ ഇരിക്കുന്നുണ്ട്, ഇല്ലേ? ഭർത്താവും ഭാര്യയും കൂടി ഇരിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ആദ്യ നാളുകളിൽ, വിവാഹം കഴിഞ്ഞ നാളുകളിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ കൊടുത്തത്? എന്തൊക്കെയാണ് ഭാര്യയെ പ്രധാനങ്ങൾ വിളിച്ചത്? ഇന്ന് വിളിക്കുന്നതോ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അല്ലെ, എന്തൊക്കെയാണ് വിളിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഓർക്കുക, അന്നെന്തൊക്കെ വിളിച്ചോ, അന്നെന്തൊക്കെ നിങ്ങൾ കണ്ടോ നിങ്ങളുടെ പങ്കാളിയില്, അത് തന്നെ ഇന്നും ആ പങ്കാളിയിൽ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് ഭാര്യയെ നോക്കുക, ഭാര്യ ഭർത്താവിനെ നോക്കുക. ഞാനന്ന് തേനെ പാനെ പൊന്നയെ വിളിച്ച ഭർത്താവിനെ അല്ല ഭാര്യ എന്നെ നോക്കിലെത്തുന്ന മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും എത്ര വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സ്വന്തമായ അഭിപ്രായങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു കുടുംബജനം നയിക്കാൻ സാധിക്കും. അതിനൊരു ഭാഗം ചോദിക്കാം.
പിന്നീട് കാര്യങ്ങളിൽ ഇവിടെയും സുരേഷ് കാണുന്നത് പേരിനെ കുറിച്ചാണ്. ഒരു പേര് തിരിക്കുന്നതൊക്കെ എന്തൊക്കെ ചോദിക്കും. പക്ഷെ പേര് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് എന്ന് പറയുന്നത് വലിയ ഐഡന്റിറ്റി ആണ്. സക്രിയ എന്ന പേര് നമുക്കറിയാം, ദൈവം ഓർത്തു എന്നാണ്. യോഹന്നാൻ എന്നതിന്റെ അർത്ഥം ദൈവം കാരണവാനാണ്, ദൈവം കരുണ കാണിച്ചു എന്നാണ്. കഷ്ടതകളിലും ദുഃഖങ്ങളിലും ഒക്കെ കടന്നു പോകുമ്പോൾ ഈ സക്രിയ എന്ന നാമം നമുക്ക് ഓർമ്മ വേണം. ദൈവം ഓർത്തു എന്ന നാമം അവൻ കാരണവാനാണെന്നുള്ള കാര്യങ്ങൾ ഓർത്താൽ തീർച്ചയായും നമുക്ക് ആ വസ്തുതകളെല്ലാം അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഓർക്കുക, തെറ്റെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് അറിയിച്ചത് കർത്താവ് നമ്മളെ ഓർക്കുന്നുണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്ന് ഓർക്കുക. അതുകൊണ്ട് കരുണയുള്ള ഒരു മുഖത്തിന്റെ ഉടമയാണ് നമ്മുടെ ഈശോ. ആ ഈശോയ്ക്ക് ഓടിയെത്തുക. തീർച്ചയായിട്ടും അതിനെ ഓർക്കുകയും ഇതിനെ അനുസരിക്കുകയും ചെയ്യും. ഇതാണ് മാർപ്പാപ്പ എഴുതിയ ഒരു പേപ്പർ ഉണ്ടല്ലേ, കരുണയുടെ മുഖം എന്ന് പറയുന്നത്. കാരണം ഈശോയുടെ മുഖം കരുണയുടെ മുഖം എന്നാണ് പാപ്പ അവിടെ പറഞ്ഞു വെക്കുക. തീർച്ചയായിട്ടും ഈശോയുടെ മുഖം കരുണയുള്ളതാണ്. നമ്മൾ കരുണ കാണിക്കുമ്പോൾ നമുക്ക് വാങ്ങുമ്പോൾ സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെ കരുണയുള്ള മുഖത്തിന്റെ ഉടമകളെ നമുക്ക് വാങ്ങാം. മറ്റുള്ള കരുണ കാണിക്കാൻ, ദയം കാണിക്കാൻ. അവസാനം ഒരു ചെറിയ വിശുദ്ധ കൂടി പങ്കുവയ്ക്കട്ടെ. അവൻ എഴുത്തുവരെ വരുത്തി യോഹന്നാൻ എഴുതിയെന്നാണ് പറയുക. പണ്ടുകാലത്ത് എഴുത്തുവരികയായിരുന്നു അല്ലേ, പക്ഷെ ഇന്നും എഴുത്തുവരികയുണ്ട്, നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് ഒക്കെ എഴുത്തുവരികയുണ്ട്. അത് നമ്മൾ എന്താണ് എഴുതുന്നത് ചിന്തിക്കണം. കാരണം അവൻ യോഹന്നാൻ എഴുതിയപ്പോൾ സക്രിയയുടെ വായ് തുറക്കപ്പെട്ടു, ആ സ്വതന്ത്രമായി എന്നാണ് പറയുക. നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ എഴുതുക. നല്ല കാര്യങ്ങൾ എഴുതിയാൽ തീർച്ചയായും നമ്മുടെ നാവ് സ്വതന്ത്രമാകും. ചിന്തിക്കാൻ നമുക്ക് നല്ല രീതിയിൽ നയിക്കാൻ സാധിക്കും. ഈ എന്താ പറയുക, ന്യൂ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ യോ അല്ലെങ്കിൽ കുറെ യോജിച്ചിട്ടുകൊണ്ട് ഇരുന്നാൽ ഒരിക്കലും വാർത്തപ്പെടത്തില്ല. അതുകൊണ്ട് ഈ ടാബ്ലറ്റിലും മൊബൈലൊക്കെ എഴുതുമ്പോൾ ഇടയ്ക്ക് ഒരു ഹാലിലെയും ക്രിസ്തുവൊക്കെ എഴുതിയാൽ തീർച്ചയായിട്ടും നമ്മുടെ വാർത്തപ്പെടും. നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ എഴുത്തുപറകൾ ഉപയോഗിക്കുന്നതിനെ സൂക്ഷിക്കുക. അവിടെ തന്നെ ഈ 3 കാര്യങ്ങൾ, അസൂയം ഇല്ലാത്തൊരു ഹൃദയത്തിനും, അവിടെ അഭിപ്രായങ്ങൾ സംരക്ഷിക്കുന്ന കുടുംബത്തിനും, അതുപോലെ തന്നെ ദൈവത്തിന്റെ കരുണ അനുസ്മരിക്കുന്ന ഒരു മുഖഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്രിസ്മസ് കാലം വിഹിതമായി മാറും. അതുകൊണ്ട് ഈശ്വരനെ തുറക്കട്ടെ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും സന്തോഷവും സാധനത്തോടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദത്തിന്റെ പാപം മൂലം അധപ്പതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപവും അതിലും രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാതപ്പെടുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായി നിന്നെ സ്വീകരിക്കാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, അനുദിന ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ മനുഷ്യനായി അവതരിച്ചായി നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിച്ചായി ദൈവസ്നേഹ സേവനത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലവനായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മെത്രാപൊലീത്തായും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ റാൻസിസ് മെത്രാപൊലീത്തായും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷമായ മാർ പീറ്റർ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ സ്നേഹമായി നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമങ്ങളെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിറയ്ക്കണമേ, ഞങ്ങളുടെ കടങ്ങൾ വർഷിക്കണമേ. അവരുടെ അനുഗ്രഹവും ഉദിക്കും പാടുവാനും കാരണമാകട്ടെ. പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ എന്നേക്കും.
ഞാൻ സമാധാനം ആശംസിക്കുന്നു. ദൂതൻ ചൊല്ലിയതാ മൊഴികൾ കേൾക്കുകയാ, മറിയം ഭയമാർന്നോ, പരിപാവനം തോന്നാതെ ശക്തിവരത്താൽ കന്യകയാൽ സ്വർഗ്ഗപിതാവാം ദൈവത്തിൻ സ്വകനാം നാഥനോ നാഥാവായി വാഴ്ത്തുന്നു നാഥാ തിരുനാമം. ദൈവാംബികയെയും മറുസ്നേഹിനെയും സാദരമോർത്തിടാം പാവനമീ ബലിയിൽ. സർവ്വരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായെയും നിരസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിനോർത്തിടാം. ശരണം തീരുന്നോ ബുദ്ധികളായിടുവാ. സർവശക്തപിതാവായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സ്നേഹമുള്ള
യുവങ്ങളെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുള്ള സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീമാർക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലെ പിതാവിനെ വർത്തമാനത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവിന്റെ ജീവനാഥമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകോപരിശുദ്ധവും സ്ലൈവവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായി ശരീരത്തിന്റെ എളുപ്പം നിത്യാശ്രമയിൽ പറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പാത്രീയന്മാരും വേദരാജപുരുഷന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരികളെ, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരെ ഓർമ്മയാച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ക്രിസ്ത്യാനിയുടെ ജീവിത വിശ്വാസികമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ വരുന്ന എല്ലാവരെയും സ്മരിക്കുകയും ക്രിസ്ത്യാനിയുടെ കൃപയാൽ ഈ വലിയ നമ്മുടെ സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവൻ കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സൽമാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീക്ഷണമേറ്റ അങ്ങയെ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നതിനെ അവിടുന്ന് സംഗ്രഹനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മേൽ വർഷിച്ച സൗഭാഗ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മകന്റെ വിശുദ്ധ ശീലത്തിന് സ്വസ്ഥാകുവാൻ കാരണത്താൽ യുവരാക്കി അവൻ നൽകിയ ദാനത്തെ സർവ്വവിശ്വാസം പരിപാലനം ചെയ്യുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരനെ വിശ്വാസത്തിൽ സമാധാനം നൽകുക. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമ്മതവാദികളെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. Amen.
ദൈവത്തിൻ ദിവ്യർപ്പിപ്പൂ. സിദ്ധാത്മാവായ സർവേശ്വരൻ അങ്ങയുടെ ഭക്തരുടെ രാജ്യമായ നാമം എല്ലാവരും അർഹിക്കുന്നു എന്നോട് സൃഷ്ടിക്കുകയും മനുഷ്യർക്കുകയും ചെയ്തു. സർവാസ്കാരം പരമപരാരികളും മൗനങ്ങയും വിടാനാധിക്കുന്നു. അങ്ങനെ സൈനികൾ പ്രകീർത്തിക്കുന്നു. പരിസരങ്ങളുമായ കുറെ മനസ്സങ്ങൾ ചേർന്ന് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പഠിച്ചതുപോലെ അർദ്ധരാത്രിയെ സ്മരണീയങ്ങൾ ആശ്രയിക്കുന്നു. താൻ രാത്രിയിൽ ഈശോ ദുർവാർത്തകളെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനാപിതാവേ അങ്ങനേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിവരിച്ച് ശിശുമാർക്ക് കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപവചനത്തിനായി നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രാർത്ഥനെ കാസ്യമെടുത്ത് കൃതാർത്ഥം ചെയ്ത് വാഴ്ത്തി അവർ നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപവചനത്തിനായി അനേകർക്ക് വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എല്ലാ സഹോദരങ്ങളുമായി സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ,
സർവ്വതാമകരമായ മാർ ഫ്രാൻസിസ് മാമായിക്കും ഞാൻ സർവ്വതാമകരമായ മാനവപ്രഭുത്തായിക്കും എല്ലാ ദിശാമാർപ്പിക്കുമെന്നായും പ്രഥമ സംസ്ഥാനമാർക്കും ഭരണാർത്ഥം വിശുദ്ധ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രം പീഡിതരും രോഗികളുമാകും എല്ലാവർക്കും മരിച്ചവർക്കും കാത്തിരിക്കുന്ന ഈ ആരാധന സമൂഹത്തിനും ഐക്യമാന സ്വീകരിക്കണമേ. നിങ്ങൾ നിശബ്ദരായി ആദരവുള്ള പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവ് അവരെ കാന്യങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ ഈശ്വരസിഹായി ഉണ്ടായിരിക്കട്ടെ. സജീവവും ജനപ്രസുഖം ലോകരജ്യം നൽകുന്നതുമാകുന്നു. ഇത് വിഷ്ണു മരിക്കുകയില്ല, വൃന്ദാവകാശം കാണിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളതാകുന്നു. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാന്തരങ്ങളോടെ സമീപിക്കാം. സർവത്തോടെ അപരാധങ്ങൾക്ക് തിരിഞ്ഞും പാപങ്ങളെ ശ്രമിച്ചും സഹോദരത്തിലും ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥായ ദൈവത്തോട് കൃപയും പാപവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്
ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങൾ പങ്കുകൊള്ളാം. കർത്താവേ, വലിയ ശരീരങ്ങളുടെ ഉയർത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണനായ പിതാവേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പ്രവർത്തനയാകൃതി ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എല്ലാ സ്വന്തം ഭൂമിയിലും രാജ്യശക്തി പ്രാപികളാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്ക് നൽകിയ ദൈവപുത്ര, നിന്റെ രാജ്യത്തിൽ ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ജനതകളെ തന്റെ കൃപയാ നിങ്ങളുടെ കടങ്ങൾ പുറത്ത് നന്ദി പറയുകയും മാലാഖമാർ സൂക്ഷിക്കപ്പെടുന്ന രഹസ്യങ്ങളിൽ പങ്കുചേരുകയും
പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യം സംഭവിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതികളെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കഴിഞ്ഞ ഞായറാഴ്ച ദിവസം കാഴ്ച പണിയുന്നത് 10,290 രൂപയും പണിയുന്നത് 4,239 രൂപയും ഈ ആഴ്ചയിൽ ചേർന്നയ്ക്ക് വേണ്ടി കുടുംബ ഫാമിലി ഒന്നാമയി വാർഡിൻ്റെ കുടുംബങ്ങളാണ്. തിങ്കൾ ബിജു പള്ളിക്കാമട, ചൊവ്വ പോൾ പുതുപ്പറമ്പിൽ, ബുധൻ ടോമി തിങ്കൾ, വ്യാഴം അലക്സ് പകുത്തുമലയിൽ, വെള്ളി ജോഹ ചാരക്കുളം, ശനി സിബി ചാരക്കുളം. ഇന്ന് ഈ സമയം നമുക്കറിയാം പള്ളിയിൽ വെച്ച് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സ്റ്റാഫ് കോമ്പറ്റീഷൻ നടന്നിരിക്കുകയാണ്. കുർബാന കഴിയുമ്പോൾ സാധിക്കുന്നവർ അതുപോയി കണ്ട് കാണണമെന്ന് താല്പര്യപ്പെടുകയാണ്. 7 മണിക്കാണ് ജഡ്ജ്മെന്റ് പ്രവർത്തിക്കാനും നടക്കുക. 4 തൊട്ട് 7 മണി വരെയുള്ള സമയം കുർബാന കഴിഞ്ഞാൽ നമുക്ക് പോയി അത് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അൾത്താര സംഘം CML കുട്ടികൾ ക്രിസ്മസ് കരോളിന് വേണ്ട സാധനങ്ങൾ, അതുപോലെ തന്നെ പുൽക്കൂടിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരു സ്റ്റാളായിട്ട് പണിയിൽ ഒരുക്കിയിട്ടുണ്ട്. വളരെ വിലക്കുറവാണ് എന്നാണ് പറഞ്ഞത്. 10,300 രൂപയ്ക്ക് ലാഭമുണ്ട് എന്നാണ്, അതായത് കുറവുണ്ട് എന്നാണ് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള സാന്താക്ലോസിന്റെ ഡ്രസ്സ്, തൊപ്പി, വളരെ മറ്റു സാധനങ്ങളെല്ലാം അവിടെയുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ കരോളിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പം അത് അവരോട് സഹകരിച്ചത് വാങ്ങി അവരെ പ്രോത്സാഹിക്കണമെന്ന് വിഷ്ണുവോടുകൂടി പറയുകയാണ്. നാളെ മാതൃവേദി അംഗങ്ങൾ രാവിലെ 9 തൊട്ട് ആരാധനയും കുമ്പസാരവും കുർബാനയും ക്ലാസ് മീറ്റിംഗ് ഉണ്ടായിരുന്നതാണ്. മാതൃവേദി അംഗങ്ങൾക്ക് നാളെ 9 തൊട്ട് നമ്മുടെ പള്ളിയിൽ വെച്ച് ക്ലാസ് മീറ്റിംഗും കുമ്പസാരവും കുർബാനയും ഉണ്ടായിരുന്നതാണ്. ക്രിസ്തുസിനുള്ള ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എല്ലാവരെയും സ്നേഹത്തോടുകൂടി ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്മസ് ഒരുക്കമായിട്ടുള്ള കുമ്പസാരം നമ്മുടെ തിരുവിടായി പള്ളിയിൽ ശനിയാഴ്ച 4 മുതൽ 6 വരെ ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം ശനിയാഴ്ച 4 മുതൽ 6 വരെ നമ്മുടെ പള്ളിയിൽ വിവിധ അച്ഛന്മാർ വന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തുവാനായിട്ട് എല്ലാവരും സ്നേഹത്തോടെ കൂടി പറയുകയാണ്. കാരണം നമുക്ക് നമ്മുടെ ഈശ്വരൻ നടക്കുമ്പോൾ വളരെ വിശുദ്ധമാകണം. അതുകൊണ്ട് ഒരു പ്രസാദത്തിലൂടെ കിട്ടുന്ന ആ ഒരു പ്രസാദാവസ്ഥയിൽ തീർച്ചയായിട്ടും ഈശ്വരൻ വരയ്ക്കുകയും നമുക്ക് ശാന്തി സമാധാനം നൽകുകയും ചെയ്യുന്ന അവസരമാണ്. അതുകൊണ്ട് മാക്സിമം പ്രോത്സാഹിക്കാനായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് തന്നെ കുമരകത്തൂർ പള്ളിയിൽ ബുധനാഴ്ച 4 മുതൽ 6 വരെ പ്രസാദം ഉണ്ടായിരിക്കുന്നതാണ്. ചങ്ങനേരി പള്ളിയിൽ 23-ാം തീയതി തിങ്കളാഴ്ച 5 തൊട്ട് 6 വരെ പ്രസാദം ഉണ്ടായിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ സെന്റ് ഡൊമിനിക് സ്കൂളിലെ ആനുവൽ ഡേ ആഘോഷം ഈ വ്യാഴാഴ്ച 4 ആരംഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വർഷത്തേക്കുള്ള അവരുടെ അക്കാദമികയിലേക്കുള്ള LKG മുതൽ +1 വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ച് അറിയിച്ചുകൊള്ളുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിൻ്റെ നമ്മുടെ സ്കൂളാണ്. അതിൻ്റെ ആനുവൽ ഡേ പങ്കെടുക്കാനായിട്ട് സ്നേഹത്തോടുകൂടി പ്രിൻസിപ്പൽ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോട് സ്വാഗതം ചെയ്യുകയാണ്. അതോടെ തന്നെ നമ്മുടെ കുട്ടികളെ ആ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചാൽ അറിയാം ബോധ്യങ്ങളിൽ അടിസ്ഥാനമായൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് വിദ്യാഭ്യാസമെന്നും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മക്കൾ അവിടെ പഠിക്കുമ്പോൾ ബോധ്യങ്ങളിൽ പഠിക്കുന്ന നല്ല മക്കളായിരുന്നു. അതുകൊണ്ട് ആ സ്കൂളിൽ ചേർത്ത് പഠിക്കുന്നതോടുകൂടി പരസ്യമായിട്ടുള്ള പറയുക, ഒരു പരസ്യമായിട്ട് കാണിക്കുകയും വേണ്ട, ഒരു അവബോധം പറയുകയാണ് ചെയ്തതുകൊണ്ട് ഒരു പരസ്യമല്ല. അതുപോലെ അവിടെ ചേർത്ത് പഠിപ്പിച്ച നല്ലതായിരുന്നു അഭിപ്രായപ്പെടുകയാണ്. വാർഡുകളുടെ ക്രിസ്മസ്കാരോട് അടുത്ത ഞായറാഴ്ച വൈകുന്നേരം നടത്തപ്പെടുന്നതാണ്. അന്നേ ദിവസം തന്നെ പുൽക്കൂട് മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് പുൽക്കൂട് മാറ്റാനായിട്ട് വരുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ചയുടെ പേര് നൽകണം. അതുപോലെ തന്നെ നമുക്കറിയാം വിശ്വസമ്മേളനം ലേലം ഒക്കെ വിളിച്ചു. പരസ്യങ്ങൾ വയ്ക്കാത്തവരും ലേലം വിളിച്ച് പൈസ കൊടുക്കാത്തവരും നൽകേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹിമാവിന്റെ സ്ത്രീമാരാധനയെ സമർപ്പിക്കാം. ാകുന്നു അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ വചനദർശനം ആസ്വദിക്കുവാനും മാനവന്റെ സ്തുതിക്കുവാനും അങ്ങയുടെ ധാരണ കൊള്ളുവാനും ആരംഭിക്കുവാനും ബലഹീനരെ കരുണയിൽ ഉയർത്തി പിതാവിന്റെ പ്രസിദ്ധാത്മാവായ സർവേശ്വരനായ എന്നേക്കും നമസ്കരിക്കുവാൻ ജലതാമസമാക്കി വിചാരം പ്രാർത്ഥന വഴി അനുഗ്രഹിക്കട്ടെ. പാഠബോധനം സന്തോഷമാകട്ടെ. Angin
വലിയ മധ്യസ്ഥനായ സിന്ധു മരിയാനി വലിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മിസ്റ്റർ പൊൻസാമേ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിർമ്മലമായി കാക്കണമേ. 1 Corinthians 13:1 to 14. 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 1 Corinthians 13:1